Sir, Kerala blockbuster ആണ് തമിഴ്നാട്ടിൽ blockbuster ആണ് ധീര ശൂരൻ. So സാറിന്റെ ആ ഒരു സന്തോഷം കേരളത്തിലെ പ്രേക്ഷകരോട് പറയാം. അയ്യോ ഭയങ്കര സന്തോഷം. Like it's ഗംഭീരം ആക്ച്വലി if you ask me. ഞങ്ങൾക്ക് because producer ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത് I was thinking it'll be a hit ഇതായിരുന്നു, but it is actually going on to be a blockbuster എന്ന് പറയുമ്പോൾ it is a വളരെ നല്ല ഒരു ന്യൂസാണ്. ആൻഡ് എപ്പോഴും ഞാൻ പറയും ഇവിടെ വരുമ്പോൾ എനിക്ക് ഒരു നടനായിട്ട് എനിക്ക് ഒരു ഗിഫ്റ്റായിട്ട് നമ്മുടെ ഒരു നടൻ അത് തന്നെ ചെയ്യാൻ പാടും. അതിലേക്ക് ചെയ്യാൻ പറ്റും. ഒരു പടത്തിന് നല്ല പടത്തിൽ അഭിനയിക്കണം, അത് ഫാൻസുക്ക് വേണ്ടി അത് ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു വലിയ ഗിഫ്റ്റ് തന്നു ബൈ മേക്കിംഗ് ഇറ്റ് എ ഹിറ്റ്. സോ ഐ എം വെരി ഹാപ്പി ആൻഡ് വളരെ സന്തോഷം. നിങ്ങൾക്കറിയാം സുരാജ് ചേട്ടൻ ക്യാമറ ഓഫ് ക്യാമറ കളിക്കി ഒരു ഇന്റർവ്യൂക്ക് വന്നിട്ട് ഞങ്ങളെല്ലാം ചമ്മില്ല, ഞങ്ങളെല്ലാം അയ്യോ ഞങ്ങൾ ഓഡിയൻസാ മാറി, അത്ര ഫണ്ണി ആയിട്ട്. പക്ഷെ അവരുടെ റോൾ ആദ്യത്തെ തമിഴ് പടം കാണുമ്പോൾ ഒരു നല്ല നീ കണ്ടല്ലേ പടം കാണുമ്പോൾ അവർ ഐ മീൻ ഈസ് എ ഗുഡ് ആക്ടർ. പക്ഷേ വേറെ ഒരു ഭാഷയിൽ ചെയ്യുമ്പോൾ കുറച്ച് ഇതുണ്ടാവും. ബട്ട് ഹി വാസ് നോട്ട് വളരെ നന്നായിട്ട് ചെയ്തു. ഏയ് ഹലോ എന്താ എന്റെ പടങ്ങളൊക്കെ ദേ ഓൾവേസ് ഹാവ് എ ഗുഡ് ഇത്. പക്ഷെ ഇത് ഒരു വലിയ ഹിറ്റ് ആവും. ഇറ്റ്സ് എ ഗുഡ് ഫീലിംഗ്. എന്റെ പേരെന്താ പിന്നെ കേരള ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കേരള ഓഡിയൻസ് മാത്രമാ, ലോകത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. Really happy acting with Chian sir for this first time. And first of all ரொம்ப sorry and first of all thank you and sorry நீங்க மால்ல உங்களுக்கு உள்ள என்ட்ரி கிடைக்கலன்னு சொன்னாங்க. ரொம்ப சோ அது உங்களுக்கு ஆக்சுவலி பிரச்சனை இல்ல, ஏன்னா டைரக்டருக்கு என்ட்ரி கிடைக்கல. ஆமா டைரக்டர் வந்துட்டு அவர் சென்னையில இருந்து ഉള്ളിൽ വരാൻ പാടില്ല. പിന്നെ അവരിപ്പോ പോയി മെഡ്രാസ്ക്ക് വീണ്ടും പോയി. പ്രൊഡ്യൂസർ യുവാഷിബു ആൻഡ് ഡയറക്ടർ രണ്ടുപേരുമേ മാൽക്ക് വர முடியல. அது நல்ல நியூஸ் அது ஆக்சுவலி. இட்ஸ் a good response. ஸோ அதனால் உங்களுக்கு அங்கே உள்ள வர முடியாதனால தான் நாங்கள் இங்கே உங்களை மீட் பண்ணுறோம் ஸ்பெஷலாக. ரொம்ப தேங்க்ஸ். அண்டு உங்கள்கிட்ட நாங்கள் எல்லாம் சொல்கிறோன்னா ஒரு வீர சூரா படத்துக்கு ஒரு டிஃப்ரெண்ட்டான கண்டென்ட்டுக்கு இங்கே இவ்வளோ பெரிய ரெஸ்பான்ஸ் நீங்கள் கொடுத்துருக்கிறதுக்கு எல்லாரையும் பார்த்து தேங்க்ஸ் சொல்கிறதுக்காக தான் வந்தோம் நாங்கள். അതുதான் മെയിനാன പോയിന്റ്. കുറച്ചു നേരത്തെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, 51 കോടിയും കഴിഞ്ഞ് മുന്നേറുകയാണ്, 52 കോടിയും കഴിഞ്ഞ് മുന്നേറുകയാണ് വേൾഡ് വൈഡ്. സോ വലിയൊരു സക്സസിലേക്ക് പോവുകയാണ്. സോ പ്രത്യേകിച്ച് എനിക്കൊന്ന് വേൾഡ് വൈഡ് ആണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത്. എല്ലായിടത്തും നിന്നും റെസ്പോൺസ് ഉണ്ട്. അപ്പൊ സാർ നേരത്തെ സൂര്യ സാർ നേരത്തെ പറഞ്ഞ ഒരു ലാംഗ്വേജ് ഇല്ലാതെ തന്നെ ആൾക്കാർ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. സോ അതിന്റെ ഒരു സന്തോഷം പ്രേക്ഷകരോട് ഇനി കാണാത്തവരോടും പറയാനുള്ളത് എന്താണ് സാർ? ഇല്ല, അത് നമ്മള് എല്ലാ തിയേറ്ററിലും വെദർ ഇറ്റ്സ് ആന്ധ്ര, ഇവിടെ തമിഴ്നാട് ഇല്ലെങ്കിൽ കേരള, പിന്നെ ഞാൻ ഓവർസീസ് എല്ലാ തിയേറ്ററിലും റെസ്പോൺസ് ഇസ് ലൈക്ക് വെരി ഗുഡ്. വളരെ നല്ല റെസ്പോൺസ്. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ തിയേറ്റേഴ്സ് പടം കഴിഞ്ഞ ശേഷം ഡയറക്ടർ പേര് വരുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തു, വിച്ച് ഇസ് എ ഗുഡ് സൈൻ. ആൻഡ് ഇങ്ങനെ ഒരു പടം ഒരു മാസ് പടം റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തു, ബട്ട് ഒരു മാസ് ഫിലിമുക്ക് ഒരു ഡയറക്ടർക്ക് I mean claps kittumbo, I think that shows how well he's done it. So thank you Arun and GV മറ്റ് നമ്മുടെ ഈശ്വർ DOP എല്ലാവരും നല്ല ഇത്. and most important our producer Veera, thank you for being the producer for our film. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ആണ് വരുന്നത്, ഇനി തേർഡ് പാർട്ടാണ് വരുന്നത്. ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ വരില്ല, ലൈക്ക് വി മേ ബി ആഫ്റ്റർ ഒരു 2-3 പടങ്ങൾ ചെയ്തിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ആണെങ്കിൽ ഇറ്റ് ബി ബെറ്റർ അല്ലേ. ഒരു എക്സ്പെക്ടേഷൻ. സോ അത് പാർട്ട് 3 വരും. ഒരുമിച്ച് രണ്ടുപേരും ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അതെ, ഭയങ്കര കോമ്പിനേഷൻ. നമ്മള് രണ്ടുപേരും അതെ, ഐ നോ ഇറ്റ്സ് ഐ ഓൾവേസ് ബീൻ എ ഫാൻ ഓഫ് ഹിസ് വർക്ക്. ഇത് ഞങ്ങള് സെയിം കോളേജിൽ പഠിച്ചു, ബട്ട് അപ്പോൾ പരിചയമില്ല. വിവ് സീൻ ഈച്ച് അതർ ഫ്രം ഫാർ മേ ബി. സോ അതിനുശേഷം ഇപ്പോൾ ഒരു പടം ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പടത്തിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് ரொம்ப ஹாப்பி. ஏன்னா சச் அ கிரேட் ஐகானிக் ஆக்டர். அவரோட நம்ம ஜாயின் பண்ணி பண்ணுறது எனக்கு ரொம்ப ஹாப்பி இருக்குது. அருண்குமார் சார் சொன்னோன்னே இந்த மாதிரி ப்ரொடியூசரும் அருண்குமார் சார் தான் வந்திருந்தாங்க. டைரக்டர் சாரும் ப்ரொடியூசர் சார் இந்த மாதிரி சியான் சாரோட படம் பண்ணுறோம், நீங்கள் அதில் வரணும் அப்படின்னு சொல்லி நான் அதுலேயே ரொம்ப ஹாப்பி ஆகிட்டேன் சாரோட ஃபஸ்ட்டு ஜாயின் பண்ணுறதுன்றனால. No, I really we enjoyed working with each other. அது நல்ல we come from very
വെരി ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ആക്ടിങ് ഇത് സോ നമ്മൾ വി യൂസ് ടു എക്സ്ചേഞ്ച് നോട്ട്സ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പിന്നെ കുറേ സംസാരിക്കും വി സ്പോക്ക് അബൌട്ട് എവറിത്തിങ് കുറേ സീക്രറ്റ്സ് സംസാരിച്ചു പിന്നെ അഭിനയം സിനിമ എല്ലാം സോ ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. എനിക്ക് കുറേ നാളായി ഞാൻ ഇന്ദ്രിയമോ ഏതോ അപ്പോൾ വന്നു കുറേ നാൾ മുൻപ്. ഇറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ റോഡിൽ വരുമ്പോൾ ഐ വാസ് ടെല്ലിങ് മൈ എൻ്റെ ഷോഫറോട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇതേതോ ഒരു മലേഷ്യയിലുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് വെരി ഗുഡ്. തിയേറ്റർ എക്സ്പീരിയൻസ് വെരി ഗുഡ്. People loving it so much and we വളരെ ஆடியன்ஸோட உட்கார்ந்து படம் பார்த்தோம். They are loving it very much. நல்ல claps, நல்ல entertain ஆகுது. there are beats, moments where തമിഴിലും അതാ ലിഫ്റ്റിൽ വരുമ്പോൾ അത് പറഞ്ഞു ഇറ്റ് ഇസ് യൂണിവേഴ്സ് സിനിമ ഇസ് യൂണിവേഴ്സൽ ബിക്കോസ് എവിടെ അവർ ക്ലാപ്പ് ചെയ്തോ അതേ സ്ഥലത്തിൽ എവിടെയോ ക്ലാപ്പ് ചെയ്തിട്ട് സോ ഇറ്റ് ഇസ് ഡാം ഗുഡ് യാ ലൈക്ക് അപ്പോൾ അവരും சத்தியம் தியேட்டர்ல எந்தெந்த இடத்துல தமிழ்நாடு சத்தியம் தியேட்டர்ல எந்தெந்த இடத்துல கிளாப்ஸ் இருந்தோ சேம் இடத்துல இங்கேயும் கிளாப்ஸ் இருக்கு. that's the magic of cinema, that's the magic of emotion, that's the magic of response from the audience for the nice movies. കേരളത്തിലെ റിവ്യൂവേഴ്സ് നല്ലത് പറയാൻ പാടാണ്, അല്ലെങ്കിൽ മിക്സഡ് റിവ്യൂ ഒക്കെ വരാറുണ്ട്. പക്ഷെ വീരധീര ശൂരനെ അപേക്ഷിച്ച് എല്ലാവരും അതെ ഞങ്ങൾക്ക് ഈവൻ തമിഴിലും ഒരു ആൾ ഏതോ രണ്ടാൾ അവർ എപ്പോഴും അങ്ങനെയാണ്. എപ്പോഴും അവർ നെഗറ്റീവ് തരില്ലെങ്കിൽ അവർക്ക് ഫീവർ വരും. സോ അവർ തന്നു. സോ വി വർ വെരി ഗുഡ് വെരി ഗുഡ്. അവർ നല്ല റിവ്യൂ തന്നാൽ നമുക്ക് പേടിയാവും അയ്യോ പടം ഓടാது. സീരിയസ് ஒருத்தர் இருக்காரு அவர் நல்ல சூப்பர் படம் ஃபிளாப்பர். ஸோ ஐ மீன் ஐம் சேயிங் ஸோ ഞങ്ങൾക്ക് അയ്യോ ഓ നല്ല വിഷയം. അപ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി നൈസ്. ഇൻഫാക്ട് ഇപ്പോൾ അங்கே ഒരു ഡിസ്കഷൻ ദേ ആർ ഹാവിങ് ഒരു പാനൽ പോലെ all the critics are sitting together and Veera Sooran പറ്റി നല്ല വിഷയങ്ങൾ ഇങ്ങനെ ഒരു അവരെന്താ പറയുന്നത് അത് ഒരു വേറെ ഒരു ട്രെൻഡ് വേറെ ഒരു ന്യൂ വേവ് എന്ന് പറഞ്ഞു. വിച്ച് ഐ മീൻ ഇറ്റ്സ് എ ബിഗ് വേർഡ് ബട്ട് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഓഫ്. ஏன்னா ஒரு அந்த சிங்கிள் ஷாட் ஆகட்டும் 16 மினிட்ஸ் ஒரு சிங்கிள் ஷாட் பிளான் பண்ணதாகட்டும் கதையில் ஒரு கேரக்டர் பற்றியே சொல்லாமல் அந்த கேரக்டர் திலீப்ன்ற கேரக்டர் பற்றியே சொல்லாமல் ஆனால் அந்த எமோஷனை விக்ரம் சார் ஃபேஸ்லேருந்து எடுத்துகிட்டு வந்ததும் அதில் அந்த போலீஸ்க்கு உண்டான ப்ளே என்னன்றதையும் அவ்வளோ அழகாக மிங்கிள் பண்ணி வெரி ஃபென்டாஸ்டிக். ஒரு ஆக்ஷன் ஃபிலிமில் ஃபேமிலி ட்ராமாவையும் இவ்வளோ ரொம்ப நல்லா கலந்து சொல்ல முடியும்னா அது டைரக்டர் அருண்குமார் ஹேட்ஸ் ஆஃப் டு ஹிம் and people are giving a great response for that. That's why we are very happy. and இதுவும் இல்லை சூர்யா ஆக்சுவலி இങ്ങനെ ஒரு ரஸ்டிக் ஆயிட்டு ரா ஆயிட்டு உள்ள படத்தில் மாஸ் மூமெண்ட்ஸ் இடம் பாடில்லை. யூ கான்ட் புட் இட் இஸ் வெரி டிஃபிகல்ட். மாஸ் மூமெண்ட் உள்ள படத்தில் ராவா பண்ண முடியாது. பட் ഇങ്ങനെ ഒരു നല്ല ഒരു ബാലൻസും ഞാൻ പറഞ്ഞല്ലേ ഇത് നമ്മുടെ ഓഡിയോ ലോഞ്ചിൽ നമ്മുടെ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഇത് ഒരു ആക്ച്വലി ഒരു നല്ല മാസ് മലയാള പടം പോലെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ എല്ലാവരും ചുമ്മാ പറഞ്ഞു ഞാൻ അത് തന്നെ കുറേ റിവ്യൂവേഴ്സ് അങ്ങനെ എഴുതി ഇത് ഒരു നല്ല ഇറ്റ്സ് ലൈക്ക് എ മലയാളം ഫിലിമിന്റെ ഒരു ഇതുണ്ട് ദ റിയാലിറ്റി ഓഫ് ഇറ്റ്. സോ ഐ തിങ്ക് ഹാറ്റ്സ് ഓഫ് ടു അരുൺ ചിത്താണ് ഇതെല്ലാം ചെയ്തത്. வெரி அன்ஃபார்ச்சுனேட் தட் இப்போ அவர் இல்லை. ഇവിടെ நாளைக்கு அவருக்கு ஃபங்க்ஷன் அட் ஹோம் மேரேஜ் ஆயிருக்கு இல்லையா அதில் ஒரு இம்பார்ட்டன்ட் ஃபங்க்ஷன் அதுக்காக போயிருக்காரு. ஸோ அவர் இன்னும் ஹனிமூனுக்கு போகல 8th ஆன போகணும். ஸோ ஐ செட் கங்க்ராச்சுலேஷன்ஸ் திஸ் இஸ் யுவர் கிஃப்ட் வெட்டிங் கிஃப்ட். സാധാരണ സിനിമ കണ്ടിട്ട് ആൾക്കാരെല്ലാം ആസ്വദിക്കാറുണ്ട്, അത് തിയേറ്ററിൽ ഇറങ്ങി വരാറുണ്ട്. പക്ഷെ ഇവിടുത്തെ റിവ്യൂസ് ആയിക്കോട്ടെ പ്രേക്ഷകരായിക്കോട്ടെ സിനിമ കണ്ടതിന് ശേഷം എന്താണ് വിക്രം സാർ ചെയ്ത കഥാപാത്രത്തിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഒരു പാട് വന്നു അല്ലെന്നുണ്ടെങ്കിൽ മാലപാർവതിയുമായിട്ടുള്ള കണക്ഷൻ എന്താണ് അവിടെ പറയുന്നത് എല്ലാത്തിലും ചെറിയ ചെറിയ കഥ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. പക്ഷെ ആ ഓർമ്മപ്പെടുത്തലിന് അതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാൻ വേണ്ടി ഉടൻ തന്നെ പ്രതീക്ഷിക്കാമോ? അടുത്ത വർഷം പ്രതീക്ഷിക്കാമോ? ഡെഫിനറ്റ്ലി അത് ബിക്കോസ് അത് ഉള്ളിൽ എല്ലാം കഥകളുണ്ട്. അവർ വെറുതെ ചെയ്തിട്ടില്ല. എല്ലാവർക്കും ദില്ല് പാറ പിന്നെ എങ്ങനെയാണ് അത് ബോംബ് കിട്ടി എപ്പോൾ കിട്ടി എവിടെ കിട്ടി അതുപോലെ ആ കിളങ്കല്ലേ ആ മാറ്റർ കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ ஃபேஸ் ஆஃப் சீனில் கூட இன்றைக்கி தேட்டரில் ஃபேஸ் ஆஃப் சீனில் நான் சாரை அது லைட்டாக த்ரெட்டன் பண்ணுவேன். நீ பண்ணுவ அப்படின்னு சொல்லும்போது அப்புறம் சொல்லுவார் எல்லாத்தையும் சார் நான் பழசெல்லாம் மறந்துட்டேன் அப்படின்னு சம் இன்டர்கட்ஸ் வரும். whole theater response our padam kana that's very nice. So that means they are into the character. adu romba they are traveling with the movie. appo avarku ariyilla njangal ullil vannu nalla vannitte irunnu avade. It was very nice. sir director oru hit cinema cheyidittunde. അത് എന്നെ വെച്ച് ഒരു പടം ചെയ്യുന്നു അല്ലേ? താങ്ക് യു. സോ ഇപ്പോൾ ഞാൻ ഇന്നും ക്ലോസ് ആയിട്ട്
ஒரு பிளான் Plan பண்ணலாம். கண்டிப்பா. സ്കൂൾ കോളേജ് മേറ്റ്സ് ആയിരുന്നു ഇല്ല, ബട്ട് അപ്പൊ ഞങ്ങള് പരിചയമില്ല. ஆமா. So we'll make on college love story. ഉണ്ണിമുന്തന്റെ കൂടെ കുറച്ചു മുമ്പ് ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഒരു ഫോട്ടോ. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു മൂവി ഡിസ്കഷൻ നടക്കുന്നുണ്ട് അത് whenever whatever happens ഞങ്ങൾക്ക് അറിയാം, ഡെഫിനറ്റ്ലി. ചർച്ചകൾ നടക്കുന്നു. മാർക്കോ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? എനിക്ക് ഐ റിയലി ലൈക്ക് ദാറ്റ് ഫിലിം. ആൻഡ് ഉണ്ണി ഒരു നല്ല ഫ്രണ്ട്. സോ വി വർ മീറ്റിംഗ്, വി ആർ തിങ്കിങ് ഓഫ് കുറേ പ്ലാൻസ് ഉണ്ട്, നോക്കാം. നാടൻ സ്റ്റൈലിലുള്ള വേഷങ്ങളുണ്ടല്ലോ ഇപ്പൊ ചെയ്യുന്നത്. അങ്ങനെയുള്ള വേഷങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഒരുപാട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ സാറിന് ഒരുപാട് ഇഷ്ടം ചെയ്യണം അല്ലേ? ഇനി അങ്ങനെ തന്നെ ചെയ്യണം. ആ പിന്നെ എനിക്ക് അങ്ങനെ മുണ്ട് എടുത്തിട്ട് ഒരു റോൾ ചെയ്യണം. പിന്നെ ധ്രുവ നക്ഷത്രം പോലെ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഒരു റോൾ ചെയ്യണം. പിന്നെ ഒരു പീരിയോഡിക്കൽ ഫിലിം ലൈക്ക് ഒരു പൊന്നിയിൻ സെൽവൻ പോലെ ചെയ്യണം. പിന്നെ ഒരു ദൈവത്തിരുമകൾ ഇവരോട് ഇഷ്ടം ഞാൻ എന്റെ പോലെ ചെയ്യണം. അത് ബട്ട് ഐ എം സെയിങ് വേറെ വേറെ രീതിയിൽ വേറെ ഏതാ ചെയ്യണം. എനിക്ക് ഭയങ്കര ഇവരിപ്പോ എന്താ പറഞ്ഞു ഇതുപോലെ തന്നെ ഓക്കെ അല്ലേ? മുണ്ട് ഓക്കെയാ? മുണ്ട് എനിത്തിങ്, പക്ഷെ കാഷ്വൽ ആയിട്ട് ഗെറ്റപ്പ് പ്രോസ്തെറ്റിക്സ് ഒന്നും ഇല്ലാത്ത ചെയ്തു. ഇനി വേണ്ട. അതെ, ഹെയർ കട്ടൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയൊരു മൂവിയുടെ ആയിരിക്കുള്ളൂ. ഇല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഈ ഒരു റിലീസിന് ശേഷം ഇങ്ങനെ ഏതോ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫസ്റ്റ് മൊട്ട അടിക്കാമെന്ന് വിചാരിച്ചില്ല, വേണ്ട. ഇന്നും കേരള പോകണം, ഇവിടെ പോകണം, അവിടെ പോകണം, കുറച്ച് ഡീസെന്റ് ആയിട്ട് പോകണം. സോ ഇത് ഒരു ട്രൈ ചെയ്യും. ഞാൻ എപ്പോഴും ഒരു ഗ്യാപ്പിൽ ഏതാത് ട്രൈ ചെയ്യും. ലുക്സ് ഇല്ലെങ്കിൽ സംതിങ് ഐ വിൽ ട്രൈ. സാറിനെ പാക്കുമ്പോൾ ധ്രുവ മാതിരി ഐ തിങ്ക് മേ ബി വി ആർ റിലേറ്റഡ്. ധ്രുവ് പോലെ അല്ലല്ലേ? ആയിരുന്നു ധ്രുവ് ഇഷ്ടപ്പെടുമോ അല്ലേ എന്നറിയില്ല. ബട്ട് താങ്ക് യു. ധ്രുവ നക്ഷത്രം വരുമോ? കാരണം പുള്ളി ഇവിടെ സിനിമ ഡയറക്ട് ചെയ്തു, ഇപ്പം അഭിനയിക്കുന്നുണ്ട്. ഗൗതം ഒരു നിമിഷം, വീണ്ടും കേക്ക്. അല്ല, ഗൗതം സാർ ഇവിടെ ഒന്ന് മമ്മൂക്കനെ വെച്ച് ഒരു പടം അപ്പൊ അവരടുത്ത് ചോദിച്ചു, ചോദിച്ചല്ലേ? ചോദിച്ചിട്ടില്ല. അവർക്ക് അറിയാം. അവരെപ്പോ എപ്പോ റെഡിയോ അപ്പോ റിലീസ് ആവും. എല്ലാ പടം 2, 3, 4 നമ്മളെ. ബട്ട് മഹാൻ കുറെ ആൾക്കാർ കേൾക്കുന്നു. സോ ഡെഫിനറ്റ് ആയിട്ട് അതിൽ ഒരു ഗെറ്റപ്പ് ഒക്കെ ഞാൻ റെഡി ചെയ്ത അതെല്ലാം ഞാൻ ഫോട്ടോസ് വന്നു എൻ്റെ ട്വിറ്റർ അക്കൗണ്ടിലുണ്ടാവും. ലെറ്റ്സ് സീ. ഓക്കെ. ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. സുരാജ് കുമാർ സാറ് എല്ലാവരും സൗണ്ടൊക്കെ എടുത്ത് ഭയങ്കര ഹിറ്റായിരുന്നു. നിങ്ങൾ തമിഴ്നാട് ഭയങ്കരമായിട്ട് സുരാജ് കൊണ്ട് ഏറ്റെടുത്ത് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ മലയാളം ആക്ടേഴ്സിന് ഇത്ര ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നത്, ഇൻവൈറ്റ് ചെയ്യുന്നത്? നിങ്ങൾ ഭയങ്കര ഇതില് ആക്ച്വലി വെരി സെൽഫിഷ്. ഇതില് അഭിനയം വേണം. ഇതില് കുറേ ഫുൾ മൂവി ഇറ്റ്സ് അബൌട്ട് പെർഫോമൻസ് അല്ലേ? സോ അപ്പോൾ SJ വന്നു. പിന്നെ ആ ക്യാരക്ടർക്ക് അത് ഗ്രേ ബ്ലാക്ക് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഒരു വെരി ഡിഫറെൻ്റ് ആണ് ക്യാരക്ടർ. സോ യു വാണ്ടഡ് സംബഡി ലൈക്ക് സുരാജ് ഇസ് എ ഗ്രേറ്റ് ആക്ടർ. സോ ഓൾവേസ് എനിക്ക് വെദർ ഇറ്റ് ഇസ് മനോജ് കിജയൻ ഓർ ഇല്ലെങ്കിൽ നമ്മുടെ മണി, എല്ലാവരും ദർ ആർ സച്ച് ഗ്രേറ്റ് ആക്ടേഴ്സ് അല്ലേ? സോ ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ്. സാർ ഒരു ചോദ്യം. സാറിന്റെ വൈഫ് ഭയങ്കര ആരാധികനാണ് മോഹൻലാലിന്റെ. സാർ ലാലേട്ടനായിട്ട് എന്തെങ്കിലും ഒരു സിനിമ വരുമോ എന്നുള്ളതാണ്. ലാലേട്ടനോട് അങ്ങനെ വരുമ്പോൾ ചെയ്യുമല്ലേ? ഡെഫിനറ്റ് ആയിട്ട്. നോട്ട് ഫോർ മൈ വൈഫ്, എനിക്ക് ഞാൻ ചെയ്യും. ബട്ട് അവർ സന്തോഷപ്പെടും. സാറൊരു ഡയറക്ടറാണ്. ഒരു ഡയറക്ടറുടെ ഫ്രീഡാണ് ഒരു ഫിലിമിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. പക്ഷെ അത് സെൻസർ ചെയ്യുന്നത് എത്രത്തോളം ഇതാണെന്ന് ചോദിക്കണത്. കലാകാരന്റെ സിനിമ കലയുടെ കട്ട് ചെയ്യുന്ന ഒരു പോർഷൻ അല്ലേ വരുന്നത്? സെൻസറിങ്. ശരിക്കും പറഞ്ഞാല് 18 വയസ്സുള്ള ആർക്ക് കാണാൻ പാടില്ല, അല്ലെങ്കിൽ 16 വയസ്സുള്ള കാണാൻ പാടില്ല എന്ന് പറയണല്ലേ? ശരി. അപ്പൊ ആ പോർഷൻ കട്ട് ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ്? அது கொஞ்சம் கஷ்டம்தான். பட் we have to live with this society. அப்போ அதுக்கு சில rules we have to follow. அது ஒரு ரீசனுக்கு வேண்டியா? So we have to follow. We'll make a film. இது ஓகே, இது അഡൽട്സ്ക്ക് വേണ്ടി ചെയ്യുന്ന പടം. ഓക്കെ, ഇങ്ങനെ ചെയ്യും. ഇത് വേണ്ട, പിള്ളേർ വരണം, ഫാമിലി. ഇപ്പോൾ ഈ പടം അതറിയോ? ഈ അരുണോட സ്പെഷ്യാലിറ്റി ഒരു പടത്തിലും ഒരിക്കലും സിഗരറ്റ് സ്മോക്കിംഗ് ഇല്ല, ലിക്കർ ഇല്ല, ലൈക്ക് അഡൾട്ട് കോണ്ടന്റ് ഇല്ല, എപ്പോഴും ക്ലീൻ ആയിട്ട്. സോ അവരൊരു ഡയറക്ടർ അങ്ങനെയാണ്. പക്ഷേ ഒരു പടം ലിക്കറോടെ ഇല്ലെങ്കിൽ സിഗരറ്റോടെ ചെയ്യണമെന്ന് വെച്ചാൽ we will be doing, but we will know it is going to be UA or A or whatever. No, there are audience for all the genre. So
அதெல்லாம் வந்துடும் கஷ்டம் இருக்கும். സാർ നിങ്ങൾ ഫസ്റ്റ് പടത്തിന് ഇവിടെ കേരളത്തിൽ വന്നു, ആ പടം ഹിറ്റായിരുന്നു. രണ്ടാമത്തെ പടത്തിനും വന്ന് അതും ഹിറ്റാണ്. ഇനി മൂന്നാമത്തെ പടത്തിനും കേരളത്തിലേക്ക് വന്നു. അപ്പൊ ഇനി അവർ വരും, പടം എടുക്കുമെന്ന് വരും. എന്റെ അടുത്ത പടം ഫസ്റ്റ് SJ ഞാൻ വന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളെല്ലാം മീറ്റ് ചെയ്തിട്ട് പിന്നെ വി വിൽ ഗോ ആൻഡ് ഷൂട്ട്.